ഹായ് ഫ്രണ്ട്സ്, മോനീസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്ന ഒരു വെറൈറ്റി ചക്ക വരട്ടിയതുമായിട്ടാണ്. ഷുഗർ ഫ്രീ ആയിട്ടുള്ളൊരു ചക്ക വരട്ടി എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ ചെറിയ 2 പഴുത്ത ചക്ക എടുത്തിട്ടുണ്ട്. നന്നായി പഴുത്ത ചക്കയാണ്. ആ 2 ചക്കയുടെയും ചുളയെല്ലാം എടുത്തൊരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ നിന്ന് കുരു വേർപെടുത്തി എടുക്കണം. കുരു വേർപെടുത്തിയ ചക്കച്ചുളകളെല്ലാം ഒരു മിക്സിയുടെ ജാറിൽ അടിച്ച് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വയ്ക്കാം. ഫൈൻ പേസ്റ്റ് ആക്കണമെന്നില്ല, ചെറിയ ചെറിയ തരിയുള്ളത് നല്ലതാണ്. ഇനി നമുക്ക് അടുപ്പിൽ വെച്ച് സ്റ്റൗ ഓൺ ചെയ്യാം. അത് മൊത്തം അടിച്ചു കഴിഞ്ഞപ്പോൾ പാത്രം ഏകദേശം ഫുള്ളായി. അത് പ്രശ്നമില്ല. വെന്ത് വരുമ്പോൾ ഇത് താഴ്ന്നു പോകും. ഇനി നന്നായി ഇളക്കിക്കൊണ്ടേയിരിക്കണം. അടുത്ത് നിന്ന് ഇളക്കുമ്പോൾ സൂക്ഷിച്ച് വേണം ചെയ്യാൻ. തെറിച്ച് ദേഹത്തോ കയ്യിലോ കാലിലോ വീഴാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാനൊരു ഫുൾ കൈ ഷർട്ടിട്ടാണ് ഇതൊക്കെ ചെയ്തത്. ഇനി ഇങ്ങനെ തുടർച്ചയായി ഇളക്കിക്കൊണ്ടേയിരിക്കാം. നിർത്താതെ ഇളക്കണം. തീ കൂട്ടിയും കുറച്ചും ഒക്കെ ചെയ്യാം. ഏകദേശം പകുതിയാകുമ്പോൾ നമുക്ക് അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 100 ഗ്രാം നെയ്യ് എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒഴിച്ച ശേഷം വീണ്ടും ഇളക്കിക്കൊണ്ടേയിരിക്കാം. നെയ്യ് മാത്രമേ ഞാനിത് ചേർക്കുന്നുള്ളൂ, വേറെ ഒന്നും ചേർക്കുന്നില്ല. ഷുഗറോ ശർക്കരയോ പഞ്ചസാരയോ ഒന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും ഇത് കഴിക്കാം. ചക്കയിലുള്ള മധുരം തന്നെ ധാരാളമാണ്. അതുകൊണ്ട് നിങ്ങൾക്കും സമയമുള്ളപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്യാം. അലുവയിലൊക്കെ ചേർക്കുന്നത് പോലെ അണ്ടിപ്പരിപ്പും കിസ്മിസും ഏലക്കായും ഒക്കെ ഇട്ട് ഒരു അടിപൊളി ചക്ക അലുവ വേണമെങ്കിലും ആക്കാം. ഫുൾ ഫയറിലാണ് ചെയ്യുന്നതെങ്കിൽ കാര്യങ്ങൾ പെട്ടെന്നാവും. അതുകൊണ്ട് നമ്മൾ അടുത്ത് തന്നെ എപ്പോഴും ഉണ്ടാകണം, ഇളക്കിക്കൊണ്ടേയിരിക്കണം. അതുകൊണ്ട് ഞാനിവിടെ ഫുൾ ഫയറിലാണ് ചെയ്യുന്നത്. നിങ്ങൾക്കും അങ്ങനെയൊക്കെ ചെയ്യാം. ഞാനിവിടെ ഫുൾ ഫയറിൽ ചെയ്തുകൊണ്ട് തന്നെ ഏകദേശം ഒരു അരമണിക്കൂർ കൊണ്ട് എല്ലാം റെഡിയായി വന്നു. വീണ്ടും ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ നമ്മൾ ഒഴിച്ച നെയ്യെല്ലാം തെളിഞ്ഞ് പുറത്തു വരും. അപ്പോൾ ഏകദേശം ഒരു ബോൾ രൂപത്തിലാവും. അതാണ് ഇതിൻ്റെ പരുവം. ഞാൻ ഇതിനകത്ത് മൈദയോ കോൺഫ്ലവറോ ഒന്നും ആഡ് ചെയ്യുന്നില്ല. അത് സ്വയമേ ആ പരുവമായി വരും. നമ്മൾ ഇളക്കിക്കൊണ്ടിരുന്നാൽ മാത്രം മതി. നിർത്താതെ കണ്ടിന്യൂസ് ആയി ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരുന്നാൽ മാത്രം മതി. ബോൾ പരുവമാകുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫാക്കി ഒരു മൂടി ഉപയോഗിച്ച് അടച്ച് വയ്ക്കാം. അതിനുശേഷം തണുത്തതിന് ശേഷം നമുക്ക് വേറൊരു ജാറിലോ കുപ്പിയിലോ പ്ലേറ്റിലോ ആക്കി വയ്ക്കാം. ഇപ്പോൾ ഏകദേശം നെയ്യ് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഉടൻ തന്നെ ഇതൊരു ബോൾ പരുവത്തിലായി വരും. അപ്പോൾ ഫ്രണ്ട്സ്, ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.